ചിഹ്നവും കൊണ്ടേ വോട്ട് പിടിക്കാൻ പോകൂ എന്ന് സ്ഥാനാർത്ഥി വാശി പിടിച്ചാൽ എന്ത് ചെയ്യും? എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയാണ് മാത്യൂസ് പെരുമനങ്ങാട്. 2015 ആദ്യമായി മത്സരിച്ച് ജയിച്ച വാർഡിലാണ് ഇക്കുറിയും അംഗം. മുൻപ് 2 തവണ ബൾബും ഫുട്ബോളും ഒക്കെ ആയിരുന്നു ചിഹ്നങ്ങൾ. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ഇത്തവണ പക്ഷേ ചിഹ്നത്തിന് ഭാരവും വലിപ്പവും കൂടുതലാണ്. എങ്കിലും ചിഹ്നവും ചുമന്ന 450-ലേറെ വീടുകൾ കയറി മാത്യൂസ്. പ്രിയമുള്ളവരെ, എലിക്കുളം പഞ്ചായത്തിൽ കാരക്കുളം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാരക്കുളം വാർഡിൽപ്പെട്ട ആളൂറും എന്ന പ്രദേശത്താണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ വർഷവും ഞാൻ നിൽക്കുന്ന ചിഹ്നവുമായിട്ട് എല്ലാ വീട്ടിലും വോട്ട് ചോദിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട്. അതനുസരിച്ചാണ് ഇന്ന് ഈ ആളൂർ വിഭാഗത്തോടെ ഞാൻ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആളൂർ വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ശക്തമായൊരു നിലപാടെടുത്തുകൊണ്ട് ഈ ഭാഗത്ത് നിൽക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഈ TV തലയിൽ ചുവന്ന് നിൽക്കുന്നതിൻ്റെ ഒരു 100 മീറ്റർ മാറി ഒരു ഫ്ലൈവുഡ് ഫാക്ടറിയും അതുപോലെ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് അമോണിയം ഫാക്ടറിയും വരുവാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ആദ്യഘട്ടം തന്നെ ബഹുമാനപ്പെട്ട MLA മാണി സി കാപ്പൻ സാറിനൊപ്പം അതിശക്തമായ രീതിയിൽ ഇവിടുത്തെ UDF പ്രവർത്തകരായ ഞങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഈ ഫാക്ടറികൾ ഇവിടെ വരുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ചിഹ്നം ആനയോ അലമാരയോ മറ്റോ ആയിരുന്നെങ്കിൽ മാത്യൂസ് ശരിക്കും പെട്ടേനെ. സീ മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.